അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പോകുന്നത് ബാവലിക്കാണ്. കൂടെ വൈഫും മോളും ഉണ്ട്. ഒന്നുമില്ല, അവിടെ സിയാറത്ത് ചെയ്യാൻ പോവാണ്. പോകുമ്പോൾ ബാവലി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാകും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഫോറസ്റ്റാണ് ഏകദേശം. ഈ ടൈമിൽ മൃഗങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പോയി അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യണം. അതേപോലെ ഇൻഷാ അല്ലാഹ് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇന്ന് കാണാം ഇൻഷാ അല്ലാഹ്. നമ്മളെ ഫാത്തിമ ഉണ്ട്. ഫാത്തിമ ഇങ്ങോട്ട് നോക്കട്ടെ. ഫാത്തിമ ഇങ്ങോട്ട് വാടി നോക്ക്. ഇതിലൊക്കെ ഇവിടെ ഇങ്ങോട്ട് ഇതാണ് നമ്മളെ ഫാത്തിമ. ഹായ് പറ ഫാത്തിമ. ഹായ് പറടി. ഹായ് പറയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ അങ്ങോട്ടൊക്കെ പോവാം. ഫാത്തിമ അവളിങ്ങനെ എന്നെ നോക്കുന്നത്, എന്തെല്ലാം പറയുന്നത്. പാട്ടാടി കൊടുക്കുക ഫാത്തിമ. പാട്ട് പാടി കൊടുക്കുക. ഇത് മാസ്ക് എടുത്തു. മാസ്ക് കാണിച്ചപ്പക്ക് മാസ്ക് കാണിച്ചടി. ഇതാ ഫാത്തിമാന്റെ നബിദിനത്തിന്റെ പാട്ടാട്ടോ അത്. ഉറക്കെ പാടിക്കൊടുക്കും. പിന്നെ പാടല്ലേ? പിന്നെ പാടിയാ വരെ. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ. കാട്ടിക്കുളം കഴിഞ്ഞാല് ബാവലി മക്കാമ് വരെ ഫോറസ്റ്റ് ആണ്. സൈഡിലൊക്കെ ഫുള്ള് തേക്കുണ്ട്. അവിടെ എത്തുന്നവരെ ഇനി കുറച്ച് കാട് കണ്ടോളിട്ടോ. കാട് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്താൽ മതി അറിയോ? കുറച്ചങ്ങോട്ട് അടിച്ചാൽ മതി, എന്നാൽ അങ്ങെത്തും ബാവലി പെട്ടെന്ന്. എല്ലാത്തവരും ഇവിടെയുള്ള കാടൊക്കെ അങ്ങനെ പോവാം നമുക്ക്. ഓക്കെ.
കൂടെ ഉള്ളൂ. അമ്പെടുത്തുടി. അമ്പെടുത്ത് ഫാത്തിമ. അമ്പ പോയാ? എവിടെ പോയേ? നമ്മളിപ്പോൾ ഇവിടെ ബാവലി എത്തി. ഇവിടെ ദൂരെ നോക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കയറുന്ന ഭാഗത്ത് കയറൊക്കെ കെട്ടിയത് കാണുന്നുണ്ട്. ഇനി ഉള്ളിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയൂല, നോക്കുക. ഒന്നെങ്കിൽ അവിടെ ആരോടും ചോദിക്കണം, അല്ലെങ്കിൽ എല്ലാം അവിടെ വണ്ടി നിർത്തി അതിലങ്ങോട്ടങ്ങ് പോകണം. അതായത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തി വെക്കാം റോഡ് സൈഡിൽ. അല്ലെങ്കിൽ ഉള്ളോട്ട് കയറാനുള്ള അവിടെ പാർക്കിനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാഹചര്യമായത് കൊണ്ടായിരിക്കും. അതായത് നമ്മുടെ ഇവിടെ വണ്ടി നിർത്തിയിട്ടൊന്ന് നോക്കുക. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലങ്ങ് പോവാം. ആരെങ്കിലും എന്തും പറയുകയാണെങ്കിൽ ചോദിക്കാമല്ലോ, യാത്ര ചെയ്യാൻ പറ്റൂലെന്നൊക്കെ. അപ്പം നമ്മളിവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോഴും അവിടെ ഗൾഫിൻ്റെ അവിടെയും അതേപോലെ അടച്ചിട്ടാണുള്ളത്. എന്തായാലും ഉള്ളിലേക്ക് പോവല്ലേ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വിയാർത്ത് ചെയ്യാം എന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ല ഇവിടെ. അപ്പോഴാണ് ദൂരെ നിന്നുണ്ട് പശു ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ വേഗം പുറത്തേക്ക് വന്നു. ഗൾഫിൻ്റെ പുറത്ത് വന്ന് അവിടെ കുറ്റിയിട്ട് അവിടെ കുറേ നേരം നിന്നു. പിന്നെ അത് പോയപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഇവിടെ ചെമ്മരി ആടിനെ കാണുന്നുണ്ട് കേട്ടോ. 2-3 ചെമ്മരി ആടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിയാർത്ത് ചെയ്യണം. എന്നിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ആരെങ്കിലും ഉസ്താദുമാരോ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് എന്തെല്ലാം വിയാർത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഉസ്താദുമാരെ കണ്ടു. അവർ പറഞ്ഞത് ഇവിടെ വിയാറത്ത് അങ്ങനെ ആരും വരാറില്ല. ആരെങ്കിലും വന്നവർ ചെയ്തു പോകാറുണ്ട്. ഒരു ഫാമിലി വന്നാൽ അവർക്ക് ചെയ്യാം, പിന്നെ മറ്റുള്ളവരെ കയറ്റും. അപ്പോൾ കുറച്ച് ആളുകൾ വന്നാൽ അവരാദ്യം വിയാറത്ത് ചെയ്യുക, എന്നിട്ട് അവർ പോയതിന് ശേഷമേ മറ്റുള്ളവരെ കയറ്റുന്നുള്ളൂ. അങ്ങനെയാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഉള്ളിലേക്ക് കയറ്റൂല കേട്ടോ. നമുക്ക് ബാക്കിലൂടെ സ്ത്രീകളെ ഭാഗത്ത് അവിടെ പോയിട്ട് വന്ന മൊത്തം ആളുകൾക്ക് അവിടെ നിന്ന് വിയാറത്ത് ചെയ്യാം. എന്നിട്ട് മറ്റുള്ളവർക്ക് വിയാറത്ത് ചെയ്യാം അവർ പോയതിന് ശേഷം. അതുപോലെ അവിടെ പേര് എഴുതുന്നുണ്ട്, നമ്പർ എല്ലാം എഴുതുന്നുണ്ട്. അവിടെ ഒരു മദ്രസ് 2 ബിൽഡിംഗ് കാണുന്നുണ്ട്. അതേപോലെ ഇവിടെയുള്ള വലിയ പള്ളിയുണ്ട്. അതൊക്കെ AP ഉസ്താദാണ് എടുത്തു കൊടുത്തത്. മക്കാമിൻ്റെ പണി നാട്ടുകാർ തന്നെ എടുത്തു കൊടുത്തതാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ചെമ്മരി ആടുണ്ട് കേട്ടോ. ചെമ്മരി ആട് ഇത് ഞങ്ങൾ വരുമ്പോൾ പുറത്തേനുള്ള ഞങ്ങളെ കണ്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ കൂട്ടിലേക്ക് കയറിപ്പോയതാണ്. ഒരു 4-5 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉണ്ട്. പിന്നെ മഹാനവറുടെ പേര് ബാവ അലി എന്നാണ്. അങ്ങനെയാണ് ആ നാട്ടിന് ബാവലി എന്ന് തന്നെ പേര് വന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ വിയാർത്ത് ചെയ്താൽ വളരെയധികം സന്തോഷമാണ്, റാഹത്താണ്. പ്രത്യേകമായൊരു അനുഭൂതിയും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ അതിൻ്റെ ബേക്ക് വശത്ത് വന്നാൽ അവിടെ പുഴയുണ്ട്. ഇവിടെ പുഴയിൽ ഇപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇത്രയൊന്നും വെള്ളം ഉണ്ടാകലില്ല. ഇപ്പോൾ മഴ പെയ്യാറുണ്ടല്ലോ ഇടയ്ക്ക്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നേരെ അപ്പുറം നോക്കിയാൽ ഒരു റെസ്റ്റോറൻറ്റോ ഹോം സ്റ്റേയോ അങ്ങനെ എന്തോ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ഇവിടെ ബാവ അലി മഹാനവറുടെ അടുക്കൽ വിയാറത്ത് ചെയ്യണം. വളരെയധികം മനസ്സിന് റാഹത്തും സന്തോഷവും
കിട്ടും. അതേപോലെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മഹാനവറുകളുടെ മുൻനിർത്തി നമുക്ക് പറയാം. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. ഞങ്ങൾ വിയാർത്ത് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം വണ്ടി എടുത്ത് പോയാൽ കർണാടക ബോർഡറാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, പിടിച്ച് ചോദ്യം ചെയ്യും. അപ്പോൾ ഞാൻ നടന്നു പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുന്ന കാണാം. നമ്മളവിടെ നിന്ന് അങ്ങനെ പോന്നു. ഇവിടെ ഒന്ന് ചെറിയൊരു വയലുണ്ട്. അവിടെ കുറച്ച് കാണാൻ നല്ല രസമുണ്ട്. കുറേ വയലും കുറേ പശുക്കളും ആടുകളൊക്കെ കാണുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്നത് കാണാം. ഇപ്പോൾ വയനാട്ടിൽ വരുമ്പോൾ ഇവിടെ വരാൻ ആരും മറക്കണ്ട കേട്ടോ. മാനന്തവാടിയിൽ നിന്ന് നേരെ മൈസൂർ റൂട്ടിലാണ് പോകേണ്ടത്. മൈസൂർ റോഡ് പോകുമ്പോൾ കാട്ടിക്കുളം എത്തിക്കഴിഞ്ഞാൽ തോൽപ്പെട്ടി ആ ഭാഗമുണ്ട്, അങ്ങോട്ടേക്ക് പോകണ്ട, നേരെ മൈസൂർ റൂട്ടിന് പിടിക്കുക. ഇപ്പോൾ കർണാടക ബോർഡറിലാണ് ഈ ബാവാലി എന്ന് പറയുന്ന ഈ സ്ഥലം എത്തുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സ്ഥലമല്ലേ? നല്ല റാഹത്തുള്ള സ്ഥലമാണ്. അവിടെ എത്തിയാലും അവിടെ പോകുമ്പോഴും നല്ല റാഹത്താണ്. കാട്ടിലൂടെ ഇങ്ങനെ പോകാം. പിന്നെ അവിടെ എത്തിയാൽ നല്ല സിയാറത്ത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് വയനാട്ടിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ അവിടെയൊക്കെ പോകണം, ഇത് കാണുന്നവരൊക്കെ. പിന്നെ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ ഫുള്ള് മരം വെട്ടിയിട്ടത് കാണാം. അതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ മുകളിൽ വീടുണ്ട്. അതേപോലെ താഴെയും ചെറിയൊരു വീട്. ഫാത്തിമ, എവിടെ നമ്മൾ പോയേ? ഫാത്തിമ, ഫാത്തിമ, എവിടെയാ പോയ നമ്മള്? എവിടെയാ പോയേ? മിഠായി വാങ്ങാനാ? മിഠായി വാങ്ങാനാ പോയേ? പോയിട്ടെന്നാ കണ്ടേ? മുട്ടായാ? നല്ല മുട്ടായാ? മണ്ടിയാ? മഞ്ച? വേറെയാ? ബോളും വേണ? വേറെയാ? അഞ്ച് മഞ്ച? അഞ്ച് മഞ്ച വണ്ടിയാ? അഞ്ച്? അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.